ഹായ് നമസ്കാരം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് പ്രധാന ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ടർ ചാനൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് 10 തവണയെങ്കിലും മാപ്പ് പറയണം. സോഫിയ ഖുറേഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് BJP. പറയും. ഓക്കെ, പിന്നെ ഇത് മനോരമ ന്യൂസിൻ്റെ നടി കാവ്യ സുരേഷ് വിവാഹിതരെ. ഷൈംടോൺ ചാക്കോക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി അടിയന്തര റിപ്പോർട്ട് തേടി അമ്മ. പരാതി ഒത്തുതീർപ്പാക്കിയില്ലെന്ന് സൂത്രവാക്യം സിനിമയുടെ ICC. അപ്പോൾ ഇതിപ്പോഴും കഴിഞ്ഞില്ലേ? ഇതിപ്പോൾ രണ്ടുപേരും ഒത്തുതീർപ്പാക്കിയതല്ലേ ഓൾറെഡി. എനിവേ, കരിപ്പൂരിൽ 40 കോടി രൂപയുടെ മയക്കുമരുന്നുകളുമായി 3 സ്ത്രീകൾ പിടിയിൽ. തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ, തമിഴ്നാട് സ്വദേശികളായ റാബിയത്ത് സൈനുദ്ദീൻ, കവിത, രാജേഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. കരിപ്പൂരിൽ ഇപ്പം ഇന്നലെയും പിടിച്ചു. ഇന്നലെ MDMA ഏതോ, ഇന്നലെ സ്വർണ്ണമായിരുന്നു അല്ലേ? ഇവിടെ ഫുൾ ടൈം ഇപ്പം തന്നെയാണ്. അബദ്ധത്തിൽ വെടിപൊട്ടി പോലീസുകാരന് പരിക്ക്. ഇത് നമ്മളെ മറ്റേ പടം ഉണ്ടല്ലോ, നിവിൻ പോളിൻ്റെ. ഏതാ പടം? ആർക്കിലേറെ കമൻറ്റ് ചെയ്യണേ. അതിൽ അതിപ്പോൾ ആരാണ്? ജോർജ് ജോർജ് അല്ലേ ഇട്ട് പൊട്ടിക്കണ്? കോമഡി. കാട്ടുപന്നിയെ വേട്ടയാടി കടത്താൻ ശ്രമം, കൊല്ലത്ത് അഭിഭാഷകൻ പിടിയിൽ. അഭിഭാഷകനോ? ഇപ്പം ഇന്ന് രാവിലെ ആ പെണ്ണിൻ്റെ മുഖം കടിച്ചു പിടിച്ച അഭിഭാഷകനോടെ ഓനിപ്പോൾ എന്തെങ്കിലും ചെയ്തോ? അവസ്ഥ. ജയിലർ 2-ൽ രജനിക്കും മോഹൻലാലിനൊപ്പം ലിസി. സസ്പെൻസ് പൊട്ടിച്ച് നടിയോ? ഓക്കെ. യാചിച്ചും വെള്ളം തന്നില്ല. ഒരു തുള്ളിക്കായി സ്റ്റേഷനിലെ ബാത്റൂമിൽ ബക്കറ്റിലും ഞാൻ നോക്കി. കള്ളക്കേസിൽ കസ്റ്റഡിയിലെടുത്ത ദളിത് യുവതിയോട് പോലീസിന്റെ ക്രൂരത. മിക്കവാറും തൊപ്പി എറിക്കും. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനം. ദാർഘവസ്ത്ര വിജയകരമായി വികസിപ്പിച്ച ഇന്ത്യ. ഗുഡ്. കൊച്ചിയിൽ 3 വിദ്യാർത്ഥികളെ കാണാതായി. വിനോദയാത്രക്കായി പോയതെന്ന് സൂചന. ഓക്കെ. മറഡോണയുടെ മരണം. ഡോക്ടർമാർക്കെതിരെ മകൾ. ഇപ്പോഴോ? ഇത്ര കാലത്തിന് ശേഷമോ? ഇപ്പം എന്നോ കുറേ ആയില്ലപ്പോൾ അത്. ഇതിഹാസ ഫുട്ബോളർക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സ നൽകുകയാണ് നല്ലതെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ഡോക്ടർ ലൂക്ക് ആണെന്നും പിതാവിന് എന്ത് ചികിത്സയാണ് ലഭിച്ചിരുന്നതെന്ന് തന്നോട് വിശദീകരിക്കാൻ ഡോക്ടർമാർ സാധിച്ചിട്ടില്ലെന്നും ജിയാനിന മറഡോണ വിശദീകരിച്ചു. ഓക്കെ. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകനെ മർദ്ദിച്ച സംഭവം, പ്രതി ബെയ്ലിൻ ദാസ് ഒളിവിൽ. ഇവനാണ് ആ പെൺകുട്ടിൻ്റെ മുഖം അടിച്ചു പൊട്ടിച്ചത്. ദൈവമേ, അതൊന്ന് കണ്ടിരുന്ന എല്ലാവരും ഇതിലൂടെ ഉണ്ടാവും. നോക്കാം. ശരീരഭാരം 120 കിലോ. ബ്ലഡ് റിസൾട്ട് കണ്ണ് തുറപ്പിച്ചു. ആൽബർട്ട് കുറച്ചത് 33 കിലോ. നല്ല ഫാറ്റി ലിവറും വന്നിക്കും. ദൈവമേ. പാകിസ്ഥാനെ പിന്തുണച്ച് പണി കിട്ടി. തുർക്കി അസർബൈജാൻ യാത്ര റദ്ദാക്കി ഇന്ത്യക്കാർ. നഷ്ടം 3000 കോടി. ഒരു യുദ്ധം വന്നാൽ 2 കൂട്ടർക്കും തന്നെ നഷ്ടം. ടീം ഉടമ പുരുഷനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുമോ? മാക്സ്വെല്ലുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതിയുടെ ചുട്ട മറുപടി. ഇതിപ്പോൾ എന്താ സംഭവം? ആദ്യ കാമുകൻ കാറപകടത്തിൽ മരിച്ചു. വെളിപ്പെടുത്തലുമായി സിൻഡ്. ജമ്മു കാശ്മീർ എന്ന സ്വതന്ത്ര രാജ്യത്തോട് പാകിസ്ഥാൻ ചെയ്ത ചതി. അതെന്താ? ഇത് ഫുള്ളുണ്ടാവില്ല, ഇതിലുള്ള പ്രശ്നം അതല്ലേ. ഓക്കെ. എന്തിനാണ് വീണ്ടും റീമേക്കിന്റെ പിന്നാലെ പോകുന്നത്? സിത്താരെ സെമീൻ പർ ട്രെയിലറിന് പിന്നാലെ അമീർ ഖാന്റെ വിമർശനം. ഓക്കെ. പുളിക്കി ബീവറേജ് ഗോഡൌണിലെ തീപിടുത്തം. 45,000 കേസ് മദ്യം കത്തി നശിച്ചു. കണക്കാക്കുന്നത് 10 കോടിയുടെ നഷ്ടം. ഓ മൈ ഗോഡ്. ഗാസ ഡോക്യുമെന്ററി പുറത്തുവിടാതെ BBC. ഗാസ മെഡിക്സ് അണ്ടർ ഫയർ ആണ് റിലീസ് ചെയ്യാതിരുന്നത്. ഓക്കേ.
ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യം. കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ട്. അഖിൽമാരാർ. ഓക്കെ ഓക്കെ. ആള് MLA സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാനുള്ള സകല ചാൻസും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കുമളി ചക്കുപള്ളം സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി യുവതി അറസ്റ്റിൽ. എന്തിനാണ് ജീവിച്ച നല്ലതിൽ ജീവിച്ചൂടെ? ക്രീം ബിസ്ക്കറ്റിനൊപ്പം രാസലഹരി, കൂടെ 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്. കരിപ്പൂരിൽ വൻ ലഹരി വേട്ട, 3 സ്ത്രീകൾ പിടിയിൽ. ഇത് നേരത്തെ നമ്മൾ ഇവിടെ വായിച്ചു. ഇത് നേരത്തെ വായിച്ചതാണ്. ഓക്കെ. കൊല്ലത്ത് പൊറോട്ട നൽകാത്തതിന് കടയുടമയുടെ തല പൊട്ടിച്ച സംഭവം. പ്രതി നിഖിലേഷ് പിടിയിൽ. പൊറോട്ട നൽകാത്തതിന് കടയുടമ. ദൈവമേ. ഓക്കെ. ഇഡ്ഡലിയല്ല ഉപ്പുമാവ് മതി ഉണ്ടാക്കുന്ന രീതി പറഞ്ഞ് അനന്യ. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം.